നമസ്തേ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ശശികല ടീച്ചറാണ്. നാം കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളെ ഹിന്ദുക്കൾ എന്ത് കാണിച്ചാലും അവരെ ആക്രമിക്കുക, അതിൽ മതം കലർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഗുരുപൂജയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം തന്നെ നടക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ ടീച്ചർക്ക് പറയാനുള്ളത്? ഇത് സനാതന ധർമ്മത്തെ മുച്ചൂട് മുടിപ്പിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്തവർ അത് ആയ മാർഗങ്ങളിലൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറം ഒന്നും പറയാനില്ല. ഇപ്പോ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കേരളത്തിലെ വിദ്യാനികേതൻ വിദ്യാലയങ്ങളിൽ അതും അല്ലെങ്കിൽ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് അതിനെ ബഹുമാനിക്കുകയും അത് നമ്മുടെ സംസ്കൃതിയെ നിലനിർത്താൻ പര്യാപ്തമാണ് എന്ന് ബോധമുള്ളവർ നടത്തുകയും ചെയ്യുന്ന എല്ലാ വിദ്യാലയങ്ങളിലും ഈ ഗുരുപൂജ ചടങ്ങ് നടക്കാറുണ്ട്. ഈ വിദ്യാലയങ്ങളിൽ മാത്രമല്ല, അതല്ലാതെയും സംഘടനകളൊക്കെ പുറത്തും ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. മാതൃവന്ദനം പതുകൊണ്ട്, ഗുരുപൂജ പതുകൊണ്ട്, ഇതൊക്കെ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് വെറുതെ ഒരു പ്രഹസനത്തിന്റെ പേരിൽ അത് എതിർക്കുക. ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇവർ എതിർക്കുന്നത്? വിദ്യാനികേതൻ വിദ്യാലയങ്ങൾ സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളാണ്. ഇനി അത്തരം വിദ്യാലയങ്ങളിൽ ഇവർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഈ വെറുതെ പൊന്തേമ തല്ലി ബഹളം ഉണ്ടാക്കാം എന്നതിനപ്പുറത്ത് എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പൊ ഇത് ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും ഒരു പൊറാട്ട് നാടകം മാത്രമാണ് ഈ നടത്തുന്നത്. ഇതിനു മുമ്പ് തൃശ്ശൂർ ഒരു സ്കൂളിൽ അവർ ചെയ്തതാണ്. എന്ത് ചെയ്തു? ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെയോ അല്ലെങ്കിൽ ബാക്കി ആരെയോ തൂക്കിക്കൊന്നു അവരാരെങ്കിലും. അപ്പൊ ഇത് രക്ഷിതാക്കളുടെ കൂടെ, കാരണം രക്ഷിതാക്കൾക്ക് ആർക്കും ഇതിൽ എതിർപ്പുണ്ടാവില്ലല്ലോ. അത്തരം എതിർപ്പുള്ള ഏതെങ്കിലും രക്ഷിതാവ് കംപ്ലൈന്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ബഹളം വെച്ചത്? അപ്പൊ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും താല്പര്യമുള്ള കാര്യമാണ് ചെയ്തത്. ഇതിലെ ഇരട്ടത്താപ്പ് നമ്മൾ ബോധ്യമാവണമെങ്കിൽ, ഇപ്പൊ ഒരാഴ്ചയെ ആയില്ല 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മതാചാരത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടു. ഈ പറഞ്ഞ SFIയോ DYFIയോ അതും അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അതിലെ ഏതെങ്കിലും തരത്തിലുള്ള ബഹളം കൂട്ടിയതായി നമ്മൾ അറിഞ്ഞു? ഇനി ഇതൊന്നുമല്ല. നമ്മൾ ചിന്തിക്കുക, ഇവിടുത്തെ സ്കൂളുകളിൽ ഇപ്പൊ നമുക്കറിയാം, നിർമ്മല കോളേജിൽ അടക്കം പല കോളേജുകളിലും നിസ്കരിക്കാൻ സ്ഥലം വേണം എന്ന് പറയുകയും ചിലയിടത്തൊക്കെ നിർബന്ധപൂർവ്വം നിസ്കരിക്കുകയും ചെയ്തു. SFI അറിഞ്ഞായിരുന്നു അത്തരം കാര്യങ്ങൾ? ഇവിടുത്തെ കോളേജ് ക്യാമ്പസിനകത്ത് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന മതപ്രബോധനങ്ങൾ അത് എത്രമാത്രം ശക്തമായി വേരോടുന്നുണ്ട് എന്നുള്ളത് SFIയോ DYFIയോ അറിയുന്നുണ്ട്. ഇവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ അവരുടെ ഒരു പരിപാടി നടത്തിയപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കാണാതിരിക്കാൻ ഇടയ്ക്ക് മറ കെട്ടി. മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്ന് ആലോചിക്കണം നമ്മൾ. ഇടയ്ക്ക് മറ കെട്ടി. അത് കേരളം കണ്ടു. എവിടെയെങ്കിലും കൊടിയെടുത്തു? എന്തെങ്കിലും ബഹളം വെച്ചോ? ഇവിടുത്തെ SFIയോ DYFIയോ അല്ലെങ്കിൽ ഇപ്പോ ബഹളം കൂട്ടുന്ന ഏതെങ്കിലും ഒരു വിഭാഗം അതിന്റെ പേരിൽ എന്തെങ്കിലും ബഹളം വെച്ചു? പാലക്കാട് ഹിന്ദു കുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ ആരും എതിരല്ല. പക്ഷെ ക്രിസ്മസ് കരോള് നടത്തി, പാപ്പായുടെ വേഷമൊക്കെ കെട്ടിച്ച് ക്രിസ്മസ് കരോള് നടത്തിയവരെ പുറത്തിറക്കി. അപ്പൊ സ്കൂൾ ടൈമിന് കുട്ടികളെ പുറത്തിറക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഇത് രക്ഷിതാക്കൾ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ടോ എന്ന് രണ്ടുപേർ വെറുതെ കാഷ്വലായി ചോദിച്ചതേ ഉള്ളൂ. അതിന്റെ പേരിൽ എന്തൊക്കെ ചെയ്തു ഇവിടെ? അത്തരത്തിൽ ചോദിക്കാൻ അവകാശമില്ല അത്രേ. കുട്ടികളെ പാപ്പവേഷം കെട്ടിക്കാനും ക്രിസ്മസ് കരോള് നടത്തിക്കാനും ഒക്കെ വിദ്യാലയങ്ങൾക്ക് അവകാശമുണ്ടത്രേ. പാപ്പാവേഷം കെട്ടിക്കുന്നുണ്ട്, മഹാബലി വേഷം കെട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആരും നിങ്ങൾ അനുവാദം ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്? ഈ ക്രിസ്ത്യൻ കുട്ടികളെ ഇല്ലാത്ത ഓണം കേരളത്തിന്റെ ദേശീയ ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണിക്കുന്നത്. ക്രിസ്ത്യൻ കുട്ടികളെ ഇല്ലാത്ത സ്ഥലത്ത് പാപ്പാവേഷം കെട്ടിച്ചത് വെറുതെ രണ്ടുപേർ ചോദിച്ചതേ ഉള്ളൂ. ഇവിടെ ഇത് രക്ഷിതാക്കളുടെ അനുവാദം ഉണ്ടോ? സ്കൂൾ ടൈമിൽ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ 10 to 4 നിങ്ങൾക്ക് ഈ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അവകാശമുണ്ടോ? ഇത് ചോദിച്ചതേ ഉള്ളൂ. ചോദിച്ചവർ അതിന്റെ പേരിൽ റിമാൻഡ് ചെയ്യപ്പെട്ടു. എന്തൊക്കെ ബഹളം ഇവിടെ നടന്നു? അപ്പൊ ഈ SFI അറിഞ്ഞായിരുന്നു? പാലക്കാട് എന്താ SFI ഇല്ലേ? പാലക്കാട് CPM പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലേ? എന്തേ ഇതിന്റെ പേരിൽ ഒന്നും പറയാതിരുന്നത്? അപ്പോ ഇത് ഏകപക്ഷീയമായിട്ട് ഒരു മതവിഭാഗത്തെ എങ്ങനെയൊക്കെ വ്രണപ്പെടുത്താമോ അങ്ങനെയൊക്കെ വ്രണപ്പെടുത്തുക. പക്ഷെ അവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുക ചെയ്യും. ഇപ്പൊ ഗുരുപൂജ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ മാത്രമേ ഇത് കാരണമാകുള്ളൂ. അങ്ങനെ ഓരോന്നും ഇവര് മൂച്ചു പിടിപ്പിച്ച് അല്ലെങ്കിൽ ആവേശം കയറ്റിച്ചാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക്. ഇപ്പൊ നമുക്കറിയാലോ, മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ ഗണേശോത്സവം കേരളത്തിൽ വ്യാപകമായതിന് നമ്മൾ നന്ദി പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പീക്കറോടല്ലേ, ബഹുമാനപ്പെട്ട സ്പീക്കറോടല്ലേ. ഗണേശോത്സവം നടക്കുന്നുണ്ട്, പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയും കൂടുതൽ ആവേശത്തോടെ നടക്കുകയും ഒക്കെ ചെയ്തു. ഒരു പക്ഷെ ഉത്തരേന്ത്യയെ വെല്ലുന്ന ആവേശത്തിൽ കേരളത്തിൽ നടത്താനൊക്കെ പിന്തുണ നൽകിയത് തീർച്ചയായും നമ്മുടെ കേരളത്തിലെ ഗവർണറാണ്, സ്പീക്കറാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ബഹളം വെക്കുന്നത്? ഇപ്പൊ ആരെങ്കിലും മാധ്യമങ്ങൾ ഓരോ മണിക്കൂറിലും വാർത്തയിടുന്നു. കണ്ണൂരിലും ഗുരുപൂജ നടത്തി, കാസർഗോഡും ഗുരുപൂജ നടത്തി, തൃശ്ശൂരും ഗുരുപൂജ നടത്തി. എന്തിനാണ് ഇങ്ങനെ പാർട്ടായിട്ട് കൊടുക്കുന്നത്? കേരളത്തിലെ എല്ലാ വിദ്യാനികേതൻ സ്കൂളുകളിലും നടന്നു. 350-ലധികം വിദ്യാലയങ്ങളുണ്ട്. ഈ 350 വിദ്യാലയങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇത് നടക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നടക്കും. മാത്രമല്ല പുറത്തൊക്കെ നടത്തി. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വിദ്യാലയത്തിന്റെ പേരിൽ നടപടിയെടുത്താൽ
ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ ഇതിന്റെ പേരിൽ നടപടി എടുത്താൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10,000-കണക്കിന് കുട്ടികളെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഗുരുപൂജ മഹോത്സവം സംഘടിപ്പിക്കുന്നതിന് സഖാക്കൾ സാക്ഷിയാകേണ്ടി വരും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ടീച്ചർ കാര്യമുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്ത് ചെയ്താലും അത് ഹിന്ദുക്കൾ ചെയ്യുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. ഈ ഹിന്ദുക്കൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ സമസ്തയുടെ കാര്യം തന്നെ എടുക്കാം. സ്കൂൾ സമയ മാറ്റത്തില് സമസ്ത ഒരു നിലപാട് പറയുന്നു, കുട്ടികൾക്ക് മദ്രസയിൽ പോകാൻ വേണ്ടി സമയം മാറ്റി കൊടുക്കണം. അപ്പൊ വി ശിവൻകുട്ടി ഒരു നാടകം കളിക്കുന്നു, ആ മാറ്റി കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ പറ്റുള്ളൂ. എന്താ ഇപ്പൊ വീണ്ടും ഇതാ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണോ അതോ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇപ്പൊ സമസ്തയുടെ മുമ്പിൽ സർക്കാർ മുട്ടുകുത്തിയിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന പ്രശ്നം പരിഹരിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം നൽകാമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ നടക്കുന്നത്? ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് എന്നതിന് സംശയമില്ലല്ലോ. വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് മുന്നിൽ ഏത്തമിടുകയാണ് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയം. അവർക്കപ്പുറം ഒന്നുമില്ല. സമസ്തയോട് ഇപ്പൊ ഇന്നലെ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു, ആൺകുട്ടിയെ പോലെ മസിലൊക്കെ പെരുക്കി നിൽക്കുന്നു, സ്കൂൾ വിദ്യാർത്ഥി സമയമാറ്റത്തിൽ രണ്ടാമതൊരു ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞ് ബലം പിടിച്ചു നിന്നു. ആരെ സൂചിപ്പിക്കാനായിരുന്നു എന്നറിയില്ല. ഇന്ന് മലക്കം പറഞ്ഞു ചർച്ചയാകാം എന്ന് പറഞ്ഞു. ഈ ചർച്ച ഹൈന്ദവ സംഘടനകളുമായി എപ്പോഴെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ? ശബരിമലയിൽ ലക്ഷക്കണക്കിന് അമ്മമാര് ശബരിമല ആചാരം ലംഘിക്കുമ്പോൾ ലക്ഷക്കണക്കിന് അമ്മമാര് കണ്ണീരും കയ്യുമായി നിന്നപ്പോ, ഹൈന്ദവ സമൂഹം മൊത്തം, വിശ്വാസികൾ മൊത്തം തെരുവിലിറങ്ങിയപ്പോ ഒരു അരമണിക്കൂർ ചർച്ച നടത്താമായിരുന്നു ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുമായിട്ട്. എന്തേ ഹൈന്ദവ സംഘടനകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അയിത്തമുണ്ടോ? അവരുമായി ഒരിക്കൽ പോലും ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ലല്ലോ കേരളത്തിലെ. ഒരിക്കൽ തന്ത്രിയെയും അതുപോലുള്ളവരെയൊക്കെ ശബരിമല അയ്യപ്പ സേവാ സമാജത്തെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അതേ സമയത്ത് മുഖ്യമന്ത്രി 11 മണിക്ക് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് അതേ സമയത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. ശബരിമല സുപ്രീം കോടതി വിധി നടപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതാണ് ഹിന്ദു സമാജത്തോടുള്ള നടപടി. അപ്പൊ ഇവിടെ ഈ സ്കൂൾ സമയമൊക്കെ അവർ മാറ്റി കൊടുക്കും. കാരണം ഇവിടെ രാത്രി പരീക്ഷ നടത്തിയിട്ടുണ്ട്. നമ്മൾ മറന്നിട്ടുണ്ടോ അത്? SSLC പരീക്ഷ രാത്രി നടത്തിയിട്ടുണ്ട്. കാരണം വെള്ളിയാഴ്ച നടത്താൻ പറ്റില്ല ഒരു വിഭാഗത്തിന്, ശനിയാഴ്ച പരീക്ഷ എഴുതാത്ത വേറൊരു വിഭാഗം ഉണ്ട് അത്രേ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഇവിടെ SSLC പരീക്ഷ രാത്രി നടത്തിയിട്ടുണ്ട്. ആ പേക്കൂത്ത് വരെ നടത്തിയവര് സ്കൂൾ സമയം മാറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവരെല്ലാം ജിഹാദികൾക്ക് വിടുപടി ചെയ്യാണ്. ഈ ഗുരുപൂജയാണെങ്കിലും ഇതൊക്കെ വിവാദമാക്കുന്നത് ഈ ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, ബാക്കി ഒന്നിനുമല്ല. അതല്ല എങ്കിൽ ഇപ്പൊ ഇവിടെ എത്രയോ അൺഎയ്ഡഡ് സ്കൂളുകളിൽ മതപഠനം നടക്കുന്നുണ്ട്. പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ സിലബസ് ഇവരാരെല്ലാം നോക്കിയിട്ടുണ്ടോ? അതിനകത്ത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് വിവാദമായി വന്നതല്ലേ? ഇവരാരെങ്കിലും കൊടിയെടുത്ത വിദ്യാലയത്തിലേക്ക് പോയി? ഇവിടെ മതപഠനം നടക്കുന്ന എത്ര അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്? സ്കൂളുകളിൽ അതാകാമോ? മതപഠനമാകാമോ? വിദ്യാനികേതൻ സ്കൂളുകൾക്ക് ഗുരുപൂജ പാടില്ല എങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ മതപഠനമാകാമോ? പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികളെ ഏത് മതവിഭാഗം എന്നില്ലാതെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുന്ന സ്കൂളുകളില്ലേ ഇവിടെ? അവരുടേതായ ദൈവത്തിന്റെ, ആ സ്കൂൾ നടത്തിപ്പുകാരുടെ ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുന്ന സ്കൂളുകളില്ലേ ഇത്? SFI അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ ഇരട്ടത്താപ്പൊക്കെ കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിന് തക്ക തിരിച്ചടി അവർക്ക് കിട്ടിയിരിക്കും. വെറുതെ നാണം കെടാം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഈ വിഷയത്തിൽ, ഈ വിവാദം കൊണ്ട് അവർക്കുണ്ടാകും. ടീച്ചർ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഇവരെല്ലാവരും കൂടി ഇതൊരു അൽക്കേരളമാക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ് നടത്തുന്നതെന്നാണ് തോന്നുന്നത്. അല്ല, അവരുടെ കണക്കിൽ ആയി കഴിഞ്ഞിരിക്കുന്നു, ഇനി ആക്കാനില്ല. അവരുടെ കണക്കിൽ ഇത് ദാറുൽ ഹർബ്, മറ്റെന്താന്ന് പറയണ്ട, അവർക്ക് പറയുന്ന ഹർബാണല്ലോ, അതായി അവർ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഇസ്ലാമിക സാമ്രാജ്യമാണ് എന്ന നിലയിൽ തന്നെയാണ് പറയുന്നത്. കാരണം എന്തൊരു അഹങ്കാരത്തോടെ ആ സമസ്തയുടെ ആളൊക്കെ ചോദിച്ചു, പിന്നെന്താ ഞങ്ങള് രാത്രി ഉറങ്ങുമ്പോൾ മതം പഠിക്കണോ? പിന്നെ ഉറങ്ങുമ്പോഴാണ് ഇവിടുത്തെ മറ്റു കുട്ടികൾ സ്കൂളിൽ പോകേണ്ടത്? നിങ്ങൾക്ക് മറ്റുള്ളവർക്ക്, ഇവർക്ക് മതം പഠിക്കാൻ വേണ്ടി രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പൊതുവിദ്യാലയങ്ങൾ നടത്തണം? എന്തൊരു അഹങ്കാരത്തോടെ അദ്ദേഹം ചോദിച്ചത്. ഒരു വിഭാഗത്തിന് മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അനുവദിച്ചു കൊടുത്തു. കാലങ്ങളായി വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേക ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മൾ അറിയണമായിരുന്നു. ഇന്ന് കൊടുക്കുന്ന, നമ്മൾ ഇന്ന് ആനുകൂല്യമായി കൊടുക്കുമ്പോൾ നാളെ അത് അവകാശമാകും, മറ്റന്നാൾ അത് അഹങ്കാരത്തോടെ പിടിച്ചെടുക്കാൻ തുടങ്ങും എന്നുള്ളത് അന്ന് കൊടുത്തവർ ആലോചിച്ചില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ആർക്കാണ് കൊടുക്കണത് എന്ന് അറിഞ്ഞിട്ട് വേണമായിരുന്നു കൊടുക്കാൻ. കാലങ്ങളായി വെള്ളിയാഴ്ച ഉച്ച നേരത്ത് 2 മണിക്കൂർ ഒഴിവ് കൊടുത്തിരിക്കുക. എല്ലാ വിദ്യാർത്ഥികളും അത് അനുഭവിക്കുക. എല്ലാവരും 9:30 മണിക്ക് സ്കൂളിൽ എത്തുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും സഹകരിച്ചതിന് മുന്നിൽ ഇപ്പൊ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ എന്താ രാത്രി ഉറങ്ങുമ്പോ മതം പഠിക്കണോ എന്ന് ചോദിച്ച സമസ്തയുടെ നേതാവ്, ആ നേതാവിനെയൊക്കെ വളർത്തിയത് ഇവരല്ലേ? ഇവരുടെ നെറികെട്ട രാഷ്ട്രീയല്ലേ? ഇവരുടെ ഇരട്ടത്താപ്പല്ലേ? അപ്പോ ഇവർ അൽക്കേരളമാക്കാൻ, അല്ലെങ്കിൽ അൽക്കേരളമാണ് എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഉറപ്പുണ്ട് ഇത് പരശുരാമ ക്ഷേത്രമാണ്. ഇതിനെ മറ്റൊരു രൂപത്തിലും ആർക്കും മാറ്റാൻ കഴിയില്ല. അതിന് നഖശിഖാന്തം എതിർക്കുകയും ചെയ്യും. അത് നടപ്പിലാക്കാൻ ഇവരുടെ ആൾബലം കൊണ്ടൊന്നും അത് നടപ്പിലാവില്ല എന്ന് മാത്രമാണ് അത് സാക്ഷര കേരളം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം തന്നെയാണ് ടീച്ചർ നടത്തിയത്. ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി.